ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ചാപ്റ്ററിൻ്റെ ലേറ്റർ പോർഷൻസ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ദ നാസി വേൾഡ് വ്യൂ. The crimes that Nazis committed were linked to a system of belief and a set of practices. നാസീസ് ചെയ്തിരുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഒരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. നാസി ഐഡിയോളജി വാസ് സിനോണിമസ് വിത്ത് ഹിറ്റ്ലേഴ്സ് വേൾഡ് വ്യൂ. ഹിറ്റ്ലറിൻ്റെ വേൾഡ് വ്യൂവിൻ്റെ പര്യായമായിരുന്നു നാസി ഐഡിയോളജി. അക്കോർഡിംഗ് ടു ദിസ്, ഇതനുസരിച്ച് ദർ വാസ് നോ ഇക്വാലിറ്റി ബിറ്റ്വീൻ പീപ്പിൾ. ഇവിടെ ആൾക്കാരുടെ ഇടയിൽ സമത്വമില്ല. ബട്ട് ഓൺലി എ റേഷ്യൽ ഹെറാർക്കി. പക്ഷെ ഉള്ളതോ റേഷ്യൽ ഹെറാർക്കി മാത്രം. ഇൻ ദിസ് വ്യൂ, ഈ ഒരു വ്യൂവിൽ ബ്ലോണ്ട് ബ്ലൂ ഐഡ് നോർഡിക് ജർമ്മൻ ആര്യൻസ് വെയർ അറ്റ് ദ ടോപ്പ് വൈൽ ജൂയിസ് വെയർ ലൊക്കേറ്റഡ് അറ്റ് ദ ലോവസ്റ്റ് റാങ്ക്. ഈ ഒരു കാഴ്ചപ്പാടിൽ സുന്ദരവും നീലക്കണ്ണുകളുമുള്ള നോർഡിക് ജർമ്മൻ ആര്യൻസ് ആയിരുന്നു മേലെ ഉണ്ടായിരുന്നത്. അതായത് അവർക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. വൈൽ ജൂയിസോ, ജൂതമതക്കാർ ഏറ്റവും താഴെത്തട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ദേ കെയിം ടു ബി റിഗാർഡഡ് ആസ് ആൻ ആൻറ്റി റേസ്. അവരെ ആൻറ്റി റേസ് ആയിട്ട് കണക്കാക്കി. അതായത് ആർച്ച് എനിമീസ് ഓഫ് ദ ആര്യൻസ്, ആര്യൻസിൻ്റെ ബദ്ധശത്രു എന്ന്. ഓൾ അതർ colored people were placed in between depending upon their external features. ആര്യൻസ് ഏറ്റവും മേലെയായിരുന്നു, ഏറ്റവും താഴെ തട്ടിൽ ജൂതമതക്കാരായിരുന്നു. അതിൻ്റെ ഇടയിൽ ആരെയൊക്കെ പ്ലേസ് ചെയ്തു? മറ്റു നിറത്തിലുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്തു. എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട്? ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അനുസരിച്ച്. Hitler's racism borrowed from thinkers like ചാൾസ് ഡാർവിൻ ആൻഡ് ഹെർബർട്ട് സ്പെൻസർ. ഹിറ്റ്ലറിൻ്റെ റേസിസം എന്ന ആശയം എവിടെ നിന്നാണ് അദ്ദേഹം കടമെടുത്തത്? തിങ്കേഴ്സായ ചാൾസ് ഡാർവിൻ നിന്നും ഹെർബർട്ട് സ്പെൻസർ നിന്നുമായിരുന്നു. ഡാർവിൻ വാസ് എ നാച്ചുറൽ സയൻറ്റിസ്റ്റ്. ഡാർവിൻ ഒരു നാച്ചുറൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹു tried to explain the creation of plants and animals through the concept of evolution and natural selection. അദ്ദേഹം എന്താ ട്രൈ ചെയ്തത്? എവല്യൂഷനും അതേപോലെ നാച്ചുറൽ സെലക്ഷൻ എന്ന കൺസെപ്റ്റിലൂടെ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെ ക്രിയേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഹെർബർട്ട് സ്പെൻസർ ലേറ്റർ ആഡഡ് ദ ഐഡിയ ഓഫ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇതിനുശേഷം ഹെർബർട്ട് സ്പെൻസർ അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശയത്തോടൊപ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഐഡിയ കൂടി ആഡപ്പ് ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഹെർബർട്ട് സ്പെൻസർ ഉദ്ദേശിച്ചത് ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഹെൽത്ത് വൈസ് ഫിറ്റായ ഒരു വ്യക്തിക്ക് മാത്രമേ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് ഐഡിയ, ഈ ഒരു ഐഡിയ അനുസരിച്ച് only those species survived on earth that could adapt themselves to changing climatic conditions. അതായത് ഇവിടെ പറയാണ്, ഈ ഒരു ആശയം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ പൊരുത്തപ്പെട്ടു പോകുന്ന സ്പീഷീസ് മാത്രമേ ഭൂമിയിൽ സർവൈവ് ചെയ്തിരുന്നുള്ളൂ. വി ഷുഡ് ബിയർ ഇൻ മൈൻഡ് ദാറ്റ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡാർവിൻ നെവർ അഡ്വക്കേറ്റഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ഡാർവിൻ ഒരിക്കലും ഹ്യൂമൻ ഇൻ്റർവെൻഷനെ കുറിച്ച് വാദിച്ചിട്ടില്ല, കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇൻ വാട്ട് ഹി തോട്ട് വാസ് എ പ്യുവർലി നാച്ചുറൽ പ്രോസസ് ഓഫ് സെലക്ഷൻ. നാം ചിന്തിച്ചിരുന്നത് ഇത് തികച്ചും ഒരു നാച്ചുറൽ പ്രോസസ് ഓഫ് സെലക്ഷൻ ആണെന്നാണ്. ഹൗവെവർ, എന്നിരുന്നാലും his ideas were used by racist thinkers and politicians to justify imperial rule over conquered people. ഇവിടെ ഐഡിയാസ് എന്ത് ചെയ്തു? റേസിസ്റ്റ് തിങ്കേഴ്സ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും യൂസ് ചെയ്തു. എന്തിനാ യൂസ് ചെയ്തത്? കോൺക്യൂർ ചെയ്യപ്പെട്ട ആൾക്കാരുടെ മേലെയുള്ള അവരുടെ ഇമ്പീരിയൽ റൂളിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഈ പറയുന്ന ഡാർവിൻ ആണെങ്കിലും സ്പെൻസർ ആണെങ്കിലും
ആൾക്കാർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും അവരുടെ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞിട്ടില്ല. പക്ഷേ നാസി പാർട്ടിയും ഹിറ്റ്ലറും എന്ത് ചെയ്തു? അവരുടെ സിദ്ധാന്തത്തെ വളച്ചൊടിച്ച് ഇവർക്ക് ഫേവറബിൾ ആവുന്ന രീതിയിൽ ആക്കി. അവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആരുടെ ഐഡിയാസ് ഉപയോഗിച്ചു? ഈ പറയുന്ന ഡാർവിൻ്റെയും സ്പെൻസറിൻ്റെ ഐഡിയാസ് ഉപയോഗിച്ചു. അതായത് ഇവിടെ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഹിറ്റ്ലർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗങ്ങളാണെങ്കിലും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരോട് പറയാൻ തുടങ്ങി, അതായത് ജനങ്ങളോട് പറയാൻ തുടങ്ങി, ഡാർവിൻ സിദ്ധാന്തം മനുഷ്യന് ആപ്ലിക്കബിൾ ആണെന്നും അതുപോലെ സ്പെൻസർ പറയുന്നത് പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകണമെന്നും. അതായത് അദ്ദേഹം പറഞ്ഞത് ഹെൽത്ത് വൈസ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ലോകത്ത് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാത്ത പക്ഷം ലോകം നമ്മെ കീഴടക്കും, നശിപ്പിക്കും എന്ന്. ഓക്കെ. നാസി ആർഗ്യുമെൻറ്റ് വാസ് സിമ്പിൾ. നാസി ആർഗ്യുമെൻറ്റ് വളരെ സിമ്പിളായിരുന്നു. ദ സ്ട്രോങ്ങസ്റ്റ് റേസ് വുഡ് സർവൈവ് ആൻഡ് ദ വീക്ക് വൺ വുഡ് പെരിഷ്. സ്ട്രോങ് ആയിട്ടുള്ള വംശം അതിജീവിക്കും, വീക്കായിട്ടുള്ളത് നശിച്ചു പോകും. ദ ആര്യൻ റേസ് വാസ് ദ ഫൈനസ്റ്റ്. ഇവിടെ കണ്ണിൽ ആര്യൻ റേസ് ആയിരുന്നു ഏറ്റവും മികച്ചത്. ഇറ്റ് ഹാഡ് ടു റീറ്റെയിൻ ഇറ്റ്സ് പ്യൂരിറ്റി. അതിന് ആ ഒരു പ്യൂരിറ്റി നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു? ബിക്കം സ്ട്രോങ്ങർ ആൻഡ് ഡോമിനേറ്റ് ദി വേൾഡ്. കൂടുതൽ സ്ട്രോങ്ങർ ആകേണ്ടി വന്നു, വേൾഡിനെ ഡോമിനേറ്റ് ചെയ്യേണ്ടി വന്നു. The other aspect of Hitler's ideology related to the geopolitical concept of Lebensraum or living space. ഹിറ്റ്ലറിൻ്റെ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കൺസെപ്റ്റ് ആയിരുന്നു ലെബൻസ്റം അല്ലെങ്കിൽ ലിവിങ് സ്പേസ്. ഹി ബിലീവ്ഡ് ദാറ്റ്, അദ്ദേഹം വിശ്വസിച്ചിരുന്നു, എന്താ വിശ്വസിച്ചേ? ദാറ്റ് ന്യൂ ടെറിട്ടറീസ് ഹാഡ് ടു ബി അക്വയർഡ് ഫോർ സെറ്റിൽമെൻറ്റ്. എന്താ വിശ്വസിച്ചിരുന്നത്? സെറ്റിൽമെൻറ്റിന് വേണ്ടി പുതിയ ടെറിട്ടറീസ് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വിശ്വസിച്ചു. This would enhance the area of the mother country while enabling the settlers on new land to retain an intimate link with the place of their origin. ആട്ടെ, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്തായിരുന്നു ഗുണം? This would enhance the area of mother country. മദർ കൺട്രിയുടെ ഏരിയ ഒന്നുകൂടൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. while enabling the settlers on new land to retain an intimate link with the place of their origin. അതായത് ഹിറ്റ്ലർ ചെയ്തിരുന്നത് ജർമ്മൻ സംസാരിക്കുന്ന, അതായത് ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെയെല്ലാം ഒരു കൂരയ്ക്ക് താഴെ കൊണ്ടുവരിക എന്നതായിരുന്നു. അതായത് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതായത് മറ്റ് ജർമ്മൻ സംസാരിക്കുന്ന രാജ്യവും ജർമ്മനിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക. ഇറ്റ് വുഡ് ഓൾസോ എൻഹാൻസ് ദ മെറ്റീരിയൽ റിസോഴ്സ് ആൻഡ് പവർ ഓഫ് ദ ജർമ്മൻ നേഷൻ. ആട്ടെ, ഹിറ്റ്ലർ എന്താ ഉദ്ദേശിച്ചേ? ഇങ്ങനെ ചെയ്യുന്നതോടെ തന്നെ അവരുടെ ജർമ്മൻ നേഷൻ ഒന്നുകൂടെ ശക്തി പ്രാപിക്കും. അതായത് കൂടുതൽ ഫിറ്റായിട്ടുള്ള ആൾക്കാർ വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ ആ ഒരു ശക്തി ഒന്നുകൂടെ വർദ്ധിക്കും. മെറ്റീരിയൽ റിസോഴ്സും എന്ത് ചെയ്യാനായിട്ട് പറ്റും? എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹിറ്റ്ലർ intended to extend German boundaries by moving eastward. ഹിറ്റ്ലർ കിഴക്കോട്ട്, അതായത് കിഴക്കോട്ട് നീങ്ങി ജർമ്മൻ അതിർത്തികൾ നീട്ടാനും, പിന്നെന്താ, ടു കോൺസെൻട്രേറ്റ് ഓൾ ജർമ്മൻ ജിയോഗ്രഫിക്കലി ഇൻ വൺ പ്ലേസ്. അതായത് ഓരോ രാജ്യങ്ങളും ചിന്നിച്ചിതറി നിൽക്കണ എന്താണ് ജർമ്മൻ സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം കൂടെ ഒരുമിപ്പിച്ച് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക, ഒരു സ്ഥലത്തേക്ക് ആക്കുക എന്നതായിരുന്നു ഹിറ്റ്ലർ ചെയ്തിരുന്നത്. പോളണ്ട് ബിക്കെയിം ദ ലബോറട്ടറി ഫോർ ദീസ് എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ എക്സ്പെരിമെൻറ്റും, അതിപ്പോൾ കൊല്ലാനാണെങ്കിലും അല്ലെങ്കിൽ ചൂഷണം ചെയ്യാനാണെങ്കിലും എല്ലാം ചെയ്തിരുന്നത് എവിടെയാണ്? പോളണ്ടിലായിരുന്നു. പോളണ്ടാണ് ഒരു പരീക്ഷണ ലാബായിട്ട് എടുത്തിരുന്നത്. അവിടെ സക്സസ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റയർ ജർമ്മനിലും അദ്ദേഹം
ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ റേഷ്യൽ സ്റ്റേറ്റ്. Once in power, the Nazis quickly began to implement their dream of creating an exclusive racial community of pure Germans by physically eliminating all those who were seen as undesirable in the extended empire. അധികാരത്തിലെത്തിയപ്പോഴേക്കും നാസീസ് പെട്ടെന്ന് തന്നെ അവരുടെ ഡ്രീം ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തായിരുന്നു അവരുടെ ഡ്രീം? പ്യുവർ ജർമ്മൻസിൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റി വാർത്തെടുക്കുക. ഫിസിക്കലി എന്താണ് ചാലഞ്ച്ഡ് ആയിട്ടുള്ള, ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ളത് ഒക്കെ ഉള്ള ആൾക്കാരെ എല്ലാം എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക, അതായത് തുടച്ചു മാറ്റുക എന്നതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ് അതിനുവേണ്ടി അവർ ചെയ്തത്? Nazis wanted only a society of pure and healthy Nordic Aryans. നോക്കിയേ, ജർമ്മനിയിലുള്ള ആൾക്കാർ അവർക്ക് കാര്യമാണെങ്കിൽ പോലും അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അവരെന്താണ് ആഗ്രഹിച്ചിരുന്നത്? അവർ പ്യുവർ ആൻഡ് ഹെൽത്തി നോർഡിക് ആര്യൻസിൻ്റെ ഒരു സൊസൈറ്റിയാണ് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ ഡിസൈറബിൾ എന്ന് കണക്കാക്കിയത്. ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ അവരുടെ കണ്ണിൽ അൺഡിസൈറബിൾ ആയിരുന്നു. ഓൺലി ദേ were seen as worthy of prospering and multiplying against all other who were classed as undesirable. This meant that even those Germans who were seen as impure or abnormal had no right to exist. അതാണ് മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ജർമ്മൻസ് ആണെങ്കിൽ കൂടി ഇംപ്യൂറാണ് അല്ലെങ്കിൽ അബ്നോർമലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. അണ്ടർ ദ യുഥാനേഷ്യ പ്രോഗ്രാമിൻ്റെ കീഴിൽ ഹെൽമറ്റ്സ് ഫാദർ അലോങ് വിത്ത് അതർ നാസി ഒഫീഷ്യൽ, ഹെൽമത്തിൻ്റെ അച്ഛനാണെങ്കിലും മറ്റ് നാസി ഒഫീഷ്യൽസ് ആണെങ്കിലും എന്ത് ചെയ്തു? had condemned to death many Germans who were considered mentally or physically unfit. അവരെന്താ ചെയ്തത്? ജർമ്മൻസ് ആണെങ്കിൽ കൂടി മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അൺഫിറ്റ് ആയവരെ എല്ലാം കൂടി എന്ത് ചെയ്തു? ഇല്ലായ്മ ചെയ്തു, കൊല്ലാനായിട്ട് പദ്ധതി ഇട്ടു. Jews were not the only community classified as undesirable. യഹൂദർ മാത്രമായിരുന്നില്ല അൺഡിസൈറബിളായിട്ട് തരംതിരിച്ചിരുന്നത്. വേറെ ആരൊക്കെയാണ് അങ്ങനെ കണ്ടിരുന്നത് അൺഡിസൈറബിളായിട്ട്? there were others, മറ്റു ചിലരും ഉണ്ടായിരുന്നു. ആരൊക്കെയാണവർ? many gypsies and black living in Nazi Germany were considered as racial inferiors who threatened the biological purity of the superior Aryan race. നാസി ജർമ്മനിയിൽ താമസിക്കുന്ന നിരവധി ജിപ്സികളും കറുത്ത വർഗ്ഗക്കാരും എങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്? റേഷ്യൽ ഇൻഫീരിയേഴ്സ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. who threatened the biological purity of the superior Aryan race. ഇവർ ആരാലായിരുന്നു ചൂഷണം ചെയ്യപ്പെട്ടത്? സുപ്പീരിയർ ആയിട്ടുള്ള ആര്യൻ വംശജരാൽ. they were widely persecuted. ആരുടെ കാര്യം ഈ പറയുന്നേ? ജിപ്സീസിനെ പറ്റിയും അതേപോലെ കറുത്ത വർഗ്ഗക്കാരെ പറ്റിയും. ഇവരെല്ലാം തന്നെ ആരാലായിരുന്നു പീഡിപ്പിക്കപ്പെട്ടിരുന്നത്? സുപ്പീരിയർ ആര്യൻ വംശജരാൽ. even Russians and Poles were considered subhuman and hence undeserving of any humanity. റഷ്യക്കാരും ധ്രുവക്കാരും പോലും, അതായത് റഷ്യക്കാരും പോൾസും പോലും മനുഷ്യത്വമില്ലാത്തവരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അവർക്ക് പോലും മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല. when Germany occupied Poland and parts of Russia, captured civilians were forced to work as slave labor. ജർമ്മനി പോളണ്ടും റഷ്യയുടെയും ചില ഭാഗങ്ങൾ
പിടിച്ചടക്കിയപ്പോൾ പിടിക്കപ്പെട്ട സിവിലിയന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിതരായി. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു. Many of them died simply through hard work and starvation. അവരിൽ പലരും പട്ടിണിയും അതേപോലെ ഹാർഡ് വർക്കും കാരണം മരിച്ചു. അതായത് ഇവിടെ ഹാർഡ് വർക്ക് എന്നതിലൂടെ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, അത്രത്തോളം ഇട്ട് കഷ്ടപ്പെടുത്തി, അത്രത്തോളം ഇട്ട് എന്ത് ചെയ്തു, അടിമവേല ചെയ്യിപ്പിച്ചു. Jews remained the worst sufferers in Nazi Germany. നാസി ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് ജൂതമതക്കാരായിരുന്നു. Nazi hatred of Jews had a precursor in the traditional Christian hostility towards Jews. അതായത് നാസീസിന് യഹൂദികളോടുള്ള ദേഷ്യമെന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ ക്രിസ്ത്യൻ ഹോസ്റ്റിലിറ്റിയാണ്. Okay, they had been stereotyped as killers of Christ and usurers. അവരെ ഇങ്ങനെയാണ് കണക്കാക്കിയത്. അവരെ എന്തു പറഞ്ഞു? ജൂതമതക്കാരാണോ, അവർ ക്രിസ്തുവിൻ്റെ കൊലയാളിയാണ്, അതേപോലെ കൊള്ളപ്പലിശക്കാരായിട്ടും കണക്കാക്കി. അൺടിൽ മിഡിവൽ ടൈംസ്, മധ്യകാലഘട്ടം വരെയും ജൂസ് വെയർ ബേർഡ് ഫ്രം ഓണിങ് ലാൻഡ്. അതായത് ഭൂമി കൈവശം വയ്ക്കുന്നത് വിലക്കിയിരുന്നു. അതായത് ജൂതമതക്കാർക്ക് സ്വന്തമായിട്ട് ഭൂമി കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. They survived mainly through trade and money lending. അവരെങ്ങനെയാണ് അതിജീവിച്ചത്? ട്രേഡ് ചെയ്യുന്നതിലൂടെയും മണി ലെൻഡിങ്ങിലൂടെയായിരുന്നു. They lived in separately marked areas called ghettos. അവരെവിടെയാണ് താമസിച്ചിരുന്നത്? സെപ്പറേറ്റ് ആയിട്ട് ഉള്ളൊരു ഏരിയ. ആ ഏരിയയുടെ പേരെന്തായിരുന്നു? ഗെറ്റോസ്. They were often persecuted through periodic organized violence and expulsion from the land. ഈ പറയുന്ന സെപ്പറേറ്റ് മാർക്കറ്റ് ഏരിയ ആയ ഗെറ്റോസിൽ അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റിയോ? ഇല്ല. അവിടെ എന്താണ്, അവർ പ്രശ്നങ്ങൾ നേരിട്ടു, വയലൻസ് ഒക്കെ നേരിടേണ്ടി വന്നു. അവർ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് പോലും അവരെ പുറത്താക്കും വിധമുള്ള പ്രവൃത്തികൾ ഉണ്ടായി. However, Hitler's hatred of Jews was based on pseudo-scientific theory of race, which held that conversion was no solution to the Jewish problem. എന്നിരുന്നാലും യഹൂദരോടുള്ള ഹിറ്റ്ലറിൻ്റെ വിദ്വേഷം വംശത്തെക്കുറിച്ചുള്ള കപടശാസ്ത്ര സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. എന്താണ് ഹിറ്റ്ലർ പറഞ്ഞത്? ഹിറ്റ്ലർ പറഞ്ഞു, മതപരിവർത്തനം ചെയ്തു എന്ന് വെച്ചിട്ട് യഹൂദികളുടെ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് കുഡ് ബി സോൾവ്ഡ് ഓൺലി ത്രൂ ദെയർ ടോട്ടൽ എലിമിനേഷൻ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണമായും ഉന്മൂലനാശം സംഭവിക്കണം. അതായത് അവരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ജൂതമത പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കൂ. പിന്നെ എന്താ സംഭവിച്ചത്? ഫ്രം 1933 to 1938, 1933 തൊട്ട് 38 വരെ നാസീസ് അവരെ ഭീഷണിപ്പെടുത്തി. ജൂതമതക്കാരുടെ കയ്യിലുള്ള എല്ലാം തന്നെ അവർ തട്ടിയെടുത്തു, അവരെ വേർതിരിച്ചു, അവരോട് രാജ്യം വിട്ടു പോകാനായിട്ട് പറഞ്ഞു, കമ്പൽ ചെയ്തു, ഫോഴ്സ് ചെയ്തു. എന്നിട്ട് അവർ പോയോ? ഇല്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും യഹൂദർ അവിടം വിട്ട് പോകാതെ വന്നപ്പോൾ നാസീസ് എന്താ ചെയ്തേ? ദ നെക്സ്റ്റ് ഫേസ്, അടുത്ത ഘട്ടം 1939, 45 ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും എന്ത് ചെയ്തു? ഒരു പ്രത്യേക ഏരിയയിലേക്ക് ഇവരെ എല്ലാം കൊണ്ടുപോയിട്ട് ഇവഞ്ച്വലി പോളണ്ടിലെ ഗ്യാസ് ചേമ്പേഴ്സിൽ കൊല്ലുകയും ചെയ്തു. അതായത് നേരെ പറഞ്ഞിട്ട് കേട്ടില്ല, അതുകൊണ്ടിനി അവർ ജീവനോടിരിക്കണ്ട എന്ന് നാസീസ് തീരുമാനിച്ചു.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഓരോ പാർട്ട് വൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി കാണുക, കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്